ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വ്യൂസ്പി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ബ്രസീലായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ബ്രസീലായിട്ട് കളിച്ച് നമ്മളിതാ തുടങ്ങുന്നു. ഫസ്റ്റ് നമുക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ട്രേഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ എക്കണോമി നമ്മൾ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ മറ്റേ അയൽ രാജ്യങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും പോയി നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാക്സ് കൂട്ടി ഇനി നമുക്ക് നമ്മുടെ ട്രേഡ് ചെയ്യാൻ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യാം. കാരവാൻ ഓഫ് ഷോറാണ് ട്രേഡ്. അപ്പോൾ നമുക്ക് കോൾ ചെയ്യണം. കാരവാൻ അവിടെ കടലിൽ കിടക്കായിരുന്നു. നമുക്ക് എന്തെങ്കിലും നമ്മുടെ പോർട്ടിൽ നിന്ന്, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മേടിക്കണം. അപ്പം നമ്മൾ ഡൈ ആണ് മേടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തൊട്ടടുത്തൊരു കൺട്രി, ഇപ്പം നമുക്കത് സൗത്ത് ആഫ്രിക്ക ആവില്ലേ, സൗത്ത് ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സൗത്ത് ആഫ്രിക്കയ്ക്ക് പോർട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഈ കുഞ്ഞിക്കാണുന്ന സാധനമാണ് പോർട്ട്. സൗത്ത് ആഫ്രിക്കൻ്റെ പോർട്ടിൽ നമുക്ക് സെല്ല് ചെയ്യാം. നമുക്കവിടെ ഡൈ സെൽ ഓൾ നമ്മളെല്ലാം സെല് ചെയ്തിട്ടുണ്ട്. നമുക്ക് 100 രൂപ എക്സ്ട്രാ കിട്ടി. ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ കാരവാൻ കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാം. നൂലോ എന്താ മേടിച്ചേ? ഇങ്ങോട്ട് വരിക, തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്യാണ്. സെല്ലിങ് നമുക്കെന്താ കാർപ്പറ്റ് 4 എണ്ണം 80 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ബ്രസീലായിട്ടാണ് ഞാൻ കളിക്കുന്നത്. നമുക്ക് മിലിറ്ററി നോക്കാം. മിലിറ്ററി കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാം. റോയൽ ആർമി 200 സോൾജേഴ്സ്, ഓക്കെ. പിന്നെ ആമോ 200 തികയും. അപ്പോൾ 200 എണ്ണം. ഇൻഫാൻട്രി വെപ്പൺസ് പറ്റുമോ? ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ ആഘോഷിക്കാം. നമുക്ക് ഫുള്ള് രാജ്യങ്ങളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് അർജൻറ്റീന, ബൊളീവിയ, പാരഗ്വേ, പെറു, കൊളംബിയ, ഇക്വഡോർ, വെനസുല, ഇത് ഗയാനല്ലേ? സുറീനാമോ ഗയാന. പിന്നെ നമുക്ക് മറ്റേ കോസ്റ്ററിക്കനെ നോക്കാം. പിന്നെ നിക്കറാഗ്വ. ഇതിലേതിനോ കുറച്ച് മിലിറ്ററി കുറവാ. പനാമയോ ഏതിനോ മിലിറ്ററി കുറവാണ് സുഹൃത്തുക്കളെ. നമുക്ക് നോക്കാട്ടെ. നിക്കറാഗ്വ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് പനാമേനെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഹോണ്ടുറാസിനെ എക്സ്പ്ലോർ ചെയ്യാം. എൽ സാൽവഡോറിനെ എക്സ്പ്ലോർ ചെയ്യാം. ബെലീസ്, ഗ്വാട്ടമാല. ഇത്രയും നമുക്കിപ്പോൾ തൽക്കാലം പോയാൽ മതി. ഇത്രയൊക്കെ പാവപ്പെട്ട രാജ്യങ്ങളാണ്. പാപ്പര. നമുക്ക് ആർമി സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമോ നോക്കാം. നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാം. കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സോൾജേഴ്സ്, സെയിലേഴ്സ്, മറ്റേ റോയൽ ഇതിൻ്റെ നേവീൻ്റെ സെയിലേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രൽ അമേരിക്കയിൽ പോവാം. കോസ്റ്ററിക്കൻ നിക്കറാഗ്വനെ മിലിറ്ററി കുറവാണ്. നമുക്ക് നിക്കറാഗ്വനെ കൊല്ലാട്ടോ. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. കൊളനൈസ്. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ എവിടെ പോയി? ധാവന് ഈ മിലിറ്ററി വന്നു. നമുക്ക് യുദ്ധം തുടങ്ങി. പൊട്ടിത്തെറികളൊക്കെ കാണാൻ പറ്റും. യു വോൺ ദി വാർ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇനി അടുത്ത രാജ്യം. അതിനുമുമ്പ് നമുക്ക് മിലിറ്ററി കുറച്ചും കൂടെ പവറാക്കിയേക്കാം. സോൾജേഴ്സ് ആമോ അത്യാവശ്യം പവറുണ്ട്. നമുക്ക് ഇതെല്ലാം വീണ്ടും യുദ്ധം ചെയ്യാം. കോസ്റ്ററിക്കയ്ക്ക് മിലിറ്ററി കൂടുതലാണ്. ഇനി നമുക്ക്
നമ്മുടെ ഹോണ്ടുറാസിന് ആർമി ഹാഫ് സ്റ്റാറേ ഉള്ളൂ. കൊളനീഷ്യ നമ്മുടെ മിലിറ്ററി അവിടെ പോയി വേഗം വരൂ. ഇതാ വന്നു നമ്മുടെ മിലിറ്ററി ഇതാ യുദ്ധത്തിന് പോകുന്നു. അവിടെ നല്ല കാറ്റും മഴ കേട്ടോ, അതുകൊണ്ടാട്ടോ ഈ ശബ്ദം. യു വോൺ ദി വാർ, യു ഹാവ് സക്സസ്ഫുള്ളി കൊളനൈസ്ഡ് ഹോണ്ടുറാസ്. നമുക്ക് എൽ സാൽവഡോറിനെ കൊല്ലാം. നമ്മൾ കോളനൈസ് ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല കാറ്റും മഴയാണ്, അതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ്. ക്ഷമിക്കണം. നമുക്കത് യുദ്ധം ചെയ്യാം. നമ്മൾ ജയിച്ചു. നമുക്ക് ഇവരെ രണ്ടുപേരുടെ മറ്റേ സാധനം. ഹോണ്ടുറാസിന് സ്വെറ്ററോ, എൽ സാൽവഡോറിന് ഷർട്ട് ഫാക്ടറി. നമുക്ക് ഏത് രാജ്യം, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പവർ കുറവല്ലേ, അവരാക്രമിക്കുക. അതിന് മുമ്പ് മിലിറ്ററി, മിലിറ്ററിക്ക് പവർ വേണം, ഇല്ലെങ്കിൽ എല്ലാം കുളവും. മിലിറ്ററി അല്ല, നമ്മൾ കുറച്ച് കൂടിയുണ്ട്. നമുക്ക് ആഫ്രിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉറുഗ്വേ, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊക്കെ ശക്തി പോകില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശക്തി വേണം. വേറെ രാജ്യം ആഫ്രിക്കയിൽ പോയാലോ? ആഫ്രിക്ക പോകാം, നമുക്ക് നോക്കാം. കൊളംബിയ, ഇക്വഡോർ, മിലിറ്ററി കുറച്ചും കൂടെ കൂട്ടിയുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. ഇൻഫാൻട്രി വെപ്പൺസ് പറ്റുമോ? കുറച്ച് പറ്റും, അതിനൊക്കെ. ഇനി നമുക്ക് കൂടി വരട്ടെ, ഒന്നുകൂടെ ചെയ്തിട്ട് പോവാം. കട്ടായിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി വീഡിയോകൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരും, നമുക്ക് നമ്മുടെ ഇതെന്താ നോക്കട്ടെ, എന്തിലാട്ടെ. നമുക്ക് നമ്മുടെ എംപയർ 3 രാജ്യങ്ങളെ കീഴടക്കിയില്ല. അങ്കോള, കാനഡ, സാംബിയ, ഇവരൊന്നും നമ്മൾ കീഴടക്കിയിട്ടില്ല. ഭയങ്കര ബ്രസീലാന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ശക്തിയാന്നൊക്കെ പറഞ്ഞാലും ഇതിൽ നമുക്ക് എത്ര ശക്തിയില്ല. ഇപ്പം സേവ് ഒന്നും ചെയ്യണ്ട. നമുക്ക് ആഫ്രിക്ക രാജ്യങ്ങളിലേക്ക്, ഇവിടെ 2-3 ചെറിയ രാജ്യങ്ങളുണ്ട്. എന്താ ബെനിനല്ലേ, ബെനിൻ, ടോഗോ, ഖാനയ്ക്ക് ശക്തി കൂടുതലാണ്. നമുക്ക് ബെനിനെ ആക്രമിക്കാമല്ലേ, ബെനിനെ കൊല്ലാം. ബെനിൻ വലത് പിങ്ക് കളർ കാണാണ് ബെനിൻ. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ വരും, നമുക്ക് കൊളനൈസ് ഇതിപ്പോൾ വരും. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ വരും, ഇപ്പോൾ വരേണ്ടതാണ്. നമ്മളതേ വരുന്നു. യുദ്ധം യുദ്ധമാണ് സുഹൃത്തുക്കളെ. ബെനിനെ കോളനൈസ് ചെയ്തു. അവരുടെ കോക്കനട്ട് ഫാം കൊള്ളാലോ. നമുക്ക് നമ്മുടെ ടോഗോനെ കൊല്ലാം. ടോഗോ കൊളനൈസ്. ജർമ്മനി ആട്ടോ റൂളിംഗ് കൺട്രി. ബെനിന് ഫ്രാൻസും ടോഗോയ്ക്ക് ജർമ്മനി. ഈ ഏരിയയിൽ ഫുള്ള് ഫ്രാൻസാണ് കോളനൈസേഷൻ. അൾജീരിയ ഒക്കെ ആണെങ്കിലും നമ്മൾ യുദ്ധം കഴിഞ്ഞ് നമ്മൾ ടോഗോനെ കീഴടക്കി. ടോഗോയ്ക്ക് ബിൽഡ് ഓയിൽ റിഗ്സ് കൊള്ളാലോ പരിപാടി. നമ്മളധികം ലോങ് ആക്കണില്ല, 8 മിനിറ്റ് ആയി. നമുക്ക് നമ്മുടെ എംപയർ ഒക്കെ നോക്കാം. ബ്രസീൽ നമ്മുടെ മെയിൻ രാജ്യം. പിന്നെ സെൻട്രൽ ആഫ്രിക്കയിലെ 3 രാജ്യങ്ങൾ, നിക്കറാഗ്വ, ഹോണ്ടുറസ്, എൽ സാൽവഡോർ. പിന്നെ നമുക്ക് ആഫ്രിക്കയിൽ നമ്മുടെ 2 കോളനൈസേഷൻ, ബെനിനും ടോഗോയും. ഇതാണ് നമ്മുടെ എംപയർ. അപ്പോൾ നമുക്ക് വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു കൂട്ടുകാരെ. വി ആർ സൈനിങ്.